വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. അങ്ങനെ നമ്മൾ യൂണിറ്റ് 3യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് തന്നെ ഒരു സോങ് വെച്ചിട്ടാണ്. അനദർ ഡേ ഇൻ പാരഡൈസ്. ടേക്ക് എ മൊമെന്റ് ടു റിഫ്ലക്ട് ഓൺ ദ ലാസ്റ്റ് ടൈം യു വാക്ക്ഡ് പാസ്റ്റ് സംവൺ ഇൻ നീഡ്. വാക്ക്ഡ് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോവുക, ശ്രദ്ധിക്കാതെ കടന്നു പോവുക. ആവശ്യമുള്ള ഒരു ആളിൽ നിന്നും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? അവരെ സഹായിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, ആലോചിക്കാനാണ് പറയുന്നത്. ഡിഡ് യു നോട്ടീസ് ദം? നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ആ ഒരു നിമിഷം? ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ദെയർ പ്ലൈറ്റ്? അവരുടെ കഷ്ടപ്പാടിനോട്, പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ, കഷ്ടപ്പാട്, അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? വാട്ട് തോട്ട്സ് ഓർ ഫീലിങ്സ് കെയിം ടു യുവർ മൈൻഡ് ദെൻ? നിങ്ങൾ അവരെ സഹായിക്കാതെ ഇരുന്നപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത്? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ദ ലിറിക്സ് ഓഫ് ദി സോങ് അനദർ ഡേ ഇൻ പാരഡൈസ്. അപ്പോൾ നമുക്ക് ഈ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന സോങ്ങിലെ ഓരോ വരികളും, ലിറിക്സ് അല്ലേ, ലിറിക്സ് എന്നാൽ ഓരോ വരികളും വായിക്കാം. എന്നാൽ പൊതുവെ എപ്പോഴും ലെറ്റ്സ് റീഡ് എന്ന് മാത്രമേ കാണാറുള്ളൂ അല്ലേ. എന്നാൽ ഇവിടെ എന്താ, ഒരു വാക്കും കൂടി കാണാം, റിഫ്ലക്റ്റ്. വെറുതെ വായിച്ച് തീർക്കുക മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടി വേണം. അപ്പോൾ ഈ ഒരു സോങ് എന്തോ ഒരു മെസ്സേജും കൂടി നമുക്ക് തരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടി വേണമെന്ന് ഇവിടെ പറയുന്നു. അനദർ ഡേ ഇൻ പാരഡൈസ് ബൈ ഫിൽ കോളിൻസ്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദി സ്ട്രീറ്റ്. കോൾസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിൽ വിളിക്കുക, നല്ല ശബ്ദത്തിൽ ഒരാളെ വിളിക്കുന്നതിനെയാണ് കോൾസ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഒരു സ്ത്രീയാണ് അല്ലേ. ഒരു സ്ത്രീ തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഉച്ചത്തിൽ വിളിച്ചു. സ്ട്രീറ്റ് എന്നാൽ തെരുവാണേ. എന്താണ് ഉച്ചത്തിൽ ചോദിച്ചത്? സർ, ക്യാൻ യു ഹെൽപ്പ് മീ? സർ, താങ്കൾക്ക് എന്നെ സഹായിക്കാനായിട്ട് കഴിയുമോ എന്നാണ് അവൾ വിളിച്ചു ചോദിച്ചത്. ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വെയർ ടു സ്ലീപ്പ്. ഇപ്പോൾ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണല്ലേ, വളരെ തണുപ്പാണ്. എനിക്ക് ഒന്ന് തല ചായ്ക്കാൻ, എനിക്കൊന്ന് ഉറങ്ങാനായിട്ട് ഒരിടവും പോലും ഇല്ല. ഈസ് ദെയർ സംവെയർ യു ക്യാൻ ടെൽ മീ? അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ താങ്കൾക്ക് എന്നോടൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. ഒരഭയവും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സങ്കടമാണ് ഇവിടെ നമുക്ക് ഈ വാക്കുകളിൽ കാണാനായിട്ട് കഴിയുന്നത്. ഹീ വാക്സ് ഓൺ. എന്നാൽ ഈ ഒരു മനുഷ്യൻ ഈ സ്ത്രീ പറയുന്നത് ഒന്നും കേട്ടിട്ടില്ല എന്ന മട്ടിൽ എന്ത് ചെയ്തു? നടപ്പ് തുടർന്നു. ഡസൻ ലുക്ക് ബാക്ക്. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഹി പ്രിറ്റൻസ് ഹി കാൺ ഹിയർ ഹെർ. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ നടിക്കുക. ആ ഒരു സ്ത്രീ പറഞ്ഞതൊന്നും താൻ കേട്ടിട്ടില്ല എന്ന് നടിച്ചു. ഉച്ചത്തിലാണ് വിളിച്ചു പറയുന്നത് അല്ലേ. എന്നിട്ടും താൻ അവൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്ന രീതിയിൽ നടന്നു. സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്. ക്രോസസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ ഇങ്ങനെ അദ്ദേഹം നടക്കുക, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ നടക്കുന്നതിനെയാണ് എന്ത് പറയുക? ക്രോസസ് ദ സ്ട്രീറ്റ് എന്ന്. അദ്ദേഹത്തിൻ്റെ നടപ്പ് തുടർന്നു. എന്നാൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്? വിസിലടിക്കാനായിട്ട് തുടങ്ങി. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് കാണിക്കാനായിട്ടല്ലേ. സീംസ് എംപാരസ്ഡ് ടു ബി ദെയർ. എംപാരസ്ഡ് എന്ന് പറഞ്ഞാൽ നാണക്കേട്. അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു നാണക്കേട് പോലെ തോന്നി. കാരണം ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം അത് കേൾക്കുകയും ചെയ്തു അല്ലേ. എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു നാണക്കേട് തോന്നി. ആ ഒരു നാണം മറയ്ക്കാനാണ് അയാൾ എന്തേ ചെയ്യുന്നത്? വിസിലടിക്കുന്നത്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഈ പറയുന്നത് നമ്മുടെ പോയിറ്റാണ്, ഫിൽ കോളിൻസ് ആണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ആ സ്ത്രീയെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ രണ്ടാമത് ഒന്നും കൂടി ആലോചിക്കൂ. കാരണം എനിക്കും നിനക്കും ഇന്ന് നമ്മുടെ സ്വർഗത്തിലെ മറ്റൊരു ദിനം മാത്രമാണ് ഇന്ന്. അതെന്താ സൂചിപ്പിക്കുന്നത്? സുഖത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ആ സ്വർഗത്തിലെ മറ്റൊരു ദിവസം മാത്രമായിരിക്കും ഇന്ന് അല്ലേ. എന്നാൽ ഒരഭയവുമില്ലാതെ വീടും ഭക്ഷണവും ബന്ധങ്ങളും ആരുമില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ദുരിതം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ആശയത്തിന് വീണ്ടും വീണ്ടും ശ്രദ്ധ നൽകാനായിട്ട് പിന്നീട് പലപ്പോഴും ഇതേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓ തിങ്ക് ട്വൈസ്, വീണ്ടും പറയുകയാണ്. കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്കും നിനക്കും സ്വർഗത്തിലെ, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലേ, അപ്പോൾ അവിടെയുള്ള ഒരു ദിവസം മാത്രമാണ് ഇന്ന്. അപ്പോൾ ഇവരെ സഹായിക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിച്ചേ എന്ന് പോയിറ്റ് പറയുന്നു. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. അവൾ വീണ്ടും എന്ത് ചെയ്തു? ഇങ്ങനെ ഉച്ചത്തിൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. ഹി ക്യാൻ സീ ഷി ഹാസ് ബീൻ ക്രൈയിങ്. അവന് കാണാം. ഹി ക്യാൻ സീ, അയാൾക്ക് എന്ത് കാണാം? അവൾ കരയുന്നത് അദ്ദേഹത്തിന് കാണാം. ഷി ഹാസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. ബ്ലിസ്റ്റേഴ്സ് എന്നാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന കുമിളകൾ പോലെ.
ചില സമയത്ത് പൊള്ളുമ്പോൾ ഒക്കെ ഒരു കുമള പോലെ വരും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ റോഡിൽ നടന്നു കുറേ സമയം നടക്കുമ്പോൾ ആ ഒരു ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഉരസുന്നത് കൊണ്ട് വരുന്ന കുമളകൾ. അപ്പോൾ അവളുടെ കാലിൻ്റെ അടിയിൽ സോളിലെല്ലാം എന്താണ്, ഇങ്ങനെ നിറച്ചും കുമളകളാണ്. ചെരുപ്പൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ നടന്ന് കുമളകളാണ്. ഷീ കാൺ വാക്ക് ബട്ട് ഷീസ് ട്രൈയിങ്. അവൾക്ക് നന്നായിട്ട് നടക്കാൻ പോലും കഴിയുന്നില്ല, എന്നിട്ടും അവൾ പരിശ്രമിക്കുകയാണ് നടക്കാനായിട്ട്. ഓ തിങ്ക് ട്വൈസ്. 2 വട്ടം ആലോചിക്കൂ. നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നീ 2 വട്ടം ആലോചിക്കൂ. കാരണം എന്താ? കാരണം ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. എനിക്കും നിനക്കും ഇത് സ്വർഗത്തിലെ മറ്റൊരു ദിനം മാത്രമാണ്. ഓ തിങ്ക് ട്വൈസ്, ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. സെയിം കാര്യം വീണ്ടും പറയുന്നു. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒന്നുകൂടി ആലോചിക്കൂ. നീ ഇങ്ങനെ അവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കൂ എന്ന് പറയുന്നു. ഓ ലോർഡ്, ദൈവത്തോട് പറയുകയാണ്, ഓ ലോർഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ഈ ഒരു സമയമായപ്പോഴേക്കും പോയിട്ട് നല്ല ഫ്രസ്ട്രേഷനിലാണ്, ദേഷ്യത്തിലാണ്. പോയിട്ട് എന്താ ദൈവത്തോട് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ ആരെയും സഹായിക്കാത്തത്? ആരും എന്താ ഒന്നും ചെയ്യാത്തത്? ഓ ലോർഡ്, there must be something you can say. ദൈവമേ, നിനക്ക് സത്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാം. ഇവരെ സഹായിക്കണമെന്ന രീതിയിൽ അവരെ ഒന്ന് ഗൈഡ് ചെയ്യാം. അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹർ ഫേസ്. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവളുടെ മുഖം നിറയെ ലൈനുകളാണ്. എന്ന് വെച്ചാൽ എന്താ? റിങ്കിൾസ് ആണ് അല്ലേ? ചുളിവുകളാണ്, വരകളാണ് മുഴുവൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ത്? യു ക്യാൻ സീ ദാറ്റ് ഷി ഹാസ് ബീൻ ദെയർ. അത് കാണുമ്പോൾ തന്നെ, അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം, അവൾ സത്യത്തിൽ ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോയവളാണ്, അവൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചതാണ് എന്ന് അവളെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. പ്രോബബിലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവ്രി പ്ലേസ്. പ്രോബബിലി എന്ന് പറഞ്ഞ സാധ്യത. എന്തിനാണ് സാധ്യത? ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക്, ഒരു തെരുവിൽ നിന്നും മറ്റൊരു തെരുവിലേക്ക് എന്ന രീതിയിൽ അവളിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും, മാറിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടാകും. കോഴ്സ് ഷി ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ദെയർ. കാരണം എന്താ? അവൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് അവൾ ഫിറ്റ് അല്ല. സമൂഹം, സൊസൈറ്റി അവളെ സ്വീകരിക്കുന്നില്ല. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവിടെ നിൽക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? അവൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ സൊസൈറ്റിയിൽ ഒരിക്കലും അവൾ എന്ത് ചെയ്തിട്ടില്ല? ഫിറ്റായിട്ടില്ല. എവിടെയും അവൾ ഫിറ്റായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകേണ്ടതായി അവൾക്ക് വന്നിട്ടുണ്ട്. ഓ തിങ്ക് ട്വൈസ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് വീണ്ടും ആലോചിക്കുക. കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. നമുക്ക് ഈ വിഷമങ്ങളൊന്നും മനസ്സിലാകില്ല. വീടില്ലാത്തവരുടെ, അല്ലെങ്കിൽ ഒരു നേരം തല ചായ്ക്കാൻ ഇടമില്ലാത്തവരുടെ വിഷമങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാകില്ല. കാരണം ഞാനും നീയും സ്വർഗത്തിലാണ്. ഓ തിങ്ക് ട്വൈസ്. വീണ്ടും ആലോചിക്കൂ. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു ദിവസം, എല്ലാ ദിവസത്തെ പോലെയും തന്നെ വെറും ഒരു ദിവസം. കാരണം എന്താ? ഞാനും നീയും സ്വർഗത്തിലാണുള്ളത്. ഇപ്പോൾ അത്ര സുഖത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. സെയിം വരികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അത് ആ ആശയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പോൾ അനദർ ഡേ ഇൻ പാരഡൈസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്